ഹായ് ഓൾ, വെൽക്കം ടു ദ സെഷൻ. എൻ്റെ പേര് രാകേഷ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിലെ അധ്യാപകനാണ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ എസ് ഡി കോളേജ് ERP പോർട്ടലിൽ സ്റ്റുഡൻസിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും സ്റ്റുഡൻസിന് എങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് ലോഗിൻ ചെയ്തതിന് ശേഷം നൽകാം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഇത് സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ERP ടീമിനെ ബന്ധപ്പെടുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എസ് ഡി കോളേജിൻ്റെ ERP പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ERP നമ്മുടെ എസ് ഡി കോളേജിൻ്റെ വെബ്സൈറ്റ് ലിങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്: www.erp.sdcollege.ac.in. ഇതാണ് നമ്മുടെ ERP പോർട്ടലിൻ്റെ വെബ്സൈറ്റ് ലിങ്ക്. ഇത് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ഞാൻ ഇട്ടേക്കാം. ഡീറ്റെയിൽസ് www.erp.sdcollege.ac.in. ഇത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം, ഇത് നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. നമ്മുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കാണും. തൊട്ട് റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള ഒരു കോളം കാണും. ഇവിടെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ പേരിന് നേരെ ഒരു യൂസർ നെയിം പാസ്വേഡ് അടങ്ങിയ ഒരു ലിസ്റ്റ് ഇതിനോടകം ഷെയർ ചെയ്ത് കാണും. എല്ലാവരും അവരവരുടെ യൂസർ നെയിമും പാസ്വേഡും ഇതിൽ കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ അപാർ ഐ ഡി ആയിരിക്കും. ആ അപാർ ഐ ഡിയുടെ മുന്നേ ഒരു എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റും കാണും. ഒരു എ എന്ന് പറയുന്ന ആൽഫബറ്റും അപാർ ഐ ഡിയും ചേരുന്നതായിരിക്കും നിങ്ങളുടെ യൂസർ ഐ ഡി. അത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ആ ലിസ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഈ ഒരു പേജിലായിരിക്കും പോകുന്നത്. നിങ്ങളുടെ പേര് മുകളിൽ കാണാൻ സാധിക്കും. ആ പേരിന് കൂടെ, നിങ്ങളുടെ പേരിന് കൂടെ തന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ അപാർ ഐ ഡിയും ലിങ്ക് ചെയ്തൊരു നെയിം നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ചില കുട്ടികളുടെ കേസിൽ നിങ്ങളുടെ വർഷവും, ഇപ്പോൾ 25 അഡ്മിഷൻ എന്നോ 24 അഡ്മിഷൻ എന്നുള്ളത് കൂടെ കാണും. ഈ ഒരു പേജായിരിക്കും നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യുമ്പോൾ വരുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പേരിന് നേരെ ഒരു പേഴ്സണൽ ഡേറ്റ എന്ന് പറയുന്ന ഒരു കോളം അല്ലെങ്കിൽ ഒരു ഫീൽഡ്, ഒരു റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് നിങ്ങൾ ആദ്യം എൻട്രി നൽകേണ്ടത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ആദ്യം എൻട്രി നൽകണം. അപ്പോൾ ഈ എൻട്രിയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പേഴ്സണൽ ഡേറ്റയുടെ ആ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു രീതിയിലേക്ക് വരും. നിങ്ങളുടെ പേര് കാണാം. ഒരു കാരണവശാലും നിങ്ങളുടെ പേരിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ മാറ്റരുത്. സർനെയിം, ഫസ്റ്റ് നെയിം ഒരു കാരണവശാലും മാറ്റരുത്. ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങളുടെ പേരിൽ സർനെയിമും ഫസ്റ്റ് നെയിമും കൊടുത്തിരിക്കുന്നത് മാറ്റരുത്. ഫസ്റ്റ് നെയിമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാറ്റാം. സർനെയിം ഒരു കാരണവശാലും മാറ്റരുത്. കാരണം അത് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാനുള്ള ഒരു കോഡിംഗ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പേരും ഡിപ്പാർട്ട്മെൻറ്റും അപാർ ഐ ഡി. അത് ഒരു കാരണവശാലും സർനെയിം നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ തെറ്റായിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അപ്പം ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം നോക്കുക, അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഫോട്ടോ നിങ്ങൾ സേവ് ചെയ്യുന്ന ഫയൽ നിങ്ങളുടെ യൂസർ നെയിം ആയിരിക്കണം. എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഫോട്ടോ സേവ് ചെയ്യണം. ആ സേവ് ചെയ്യേണ്ട ഫയൽ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ യൂസർ നെയിം ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ അപാർ ഐ ഡി 3344527 അങ്ങനത്താണ് നിങ്ങളുടെ അപാർ ഐ ഡി എങ്കിൽ നിങ്ങൾക്കറിയാം ആ അപാർ ഐ ഡിയുടെ മുന്നേ എ എന്ന് പറയുന്ന ആൽഫബറ്റ് ചേരുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം ആകും. ആ യൂസർ നെയിമിലായിരിക്കണം നിങ്ങളുടെ ഫോട്ടോ സേവ് ചെയ്യേണ്ടത്. ഒരു JPEG ഇമേജ് ആയിട്ട് സേവ് ചെയ്യുക. ആ ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യുക. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഫോട്ടോ സേവ് ചെയ്യുന്ന ഫയൽ നെയിം നിങ്ങളുടെ യൂസർ ഐ ഡി ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം ആയിരിക്കണം ആ ഫയൽ നെയിം. ഒരു കാരണവശാലും അത് മാറിപ്പോകരുത്. വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് വരാം. നിങ്ങളുടെ എമർജൻസി കോണ്ടാക്ട്സ്, കോളേജിനടുത്ത് എന്തെങ്കിലും ഒരു എമർജൻസി കോണ്ടാക്ട് പെട്ടെന്ന് നമുക്ക് ബന്ധപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാം. അതിനുള്ള 2 ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. എല്ലാവരുടെയും കേസിൽ ചിലപ്പോൾ test@sdcollege.in എന്നുള്ള ഒരു മെയിൽ ഐ ഡി ഡെമോ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള മെയിൽ ഐ ഡി അവിടെ കൊടുക്കുക.
ഓൾട്ടർനേറ്റ് ഇമെയിൽ ഉണ്ടെങ്കിൽ അത് നൽകുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റർ പേഴ്സണൽ അഡ്രസ്സ് എന്നുള്ളത് ഇവിടെ ഡിഫോൾട്ടായിട്ട് നോ ആയിരിക്കും കിടക്കുന്നത്, അതിനെ യെസ് ആക്കുക. ഇവിടെ ഡിഫോൾട്ടായിട്ട് നോ കിടക്കുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ആക്കിയതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റർ പേഴ്സണൽ അഡ്രസ്സിൽ നിങ്ങൾ നോ എന്നുള്ള ഡിഫോൾട്ട് ഓപ്ഷനെ യെസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റുക. അതിനുശേഷം നിങ്ങളുടെ വീട്ട് അഡ്രസ്സ് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, കൺട്രി കൊടുക്കുക. കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ട് അഡ്രസ്സും അതിൻ്റെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, കൺട്രി ഇത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫോൺ നമ്പർ, 2 ഫോൺ നമ്പർ ഇവിടെ സെലക്ട് ചെയ്യാം, ആ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക. ദെൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആയിട്ട് DGN നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം കൊടുക്കേണ്ടത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പരും അപാർ ഐഡിയുമാണ്. ആദ്യത്തെ കോളത്തിൽ ഇവിടെ നിങ്ങൾ ID കാർഡ് നമ്പർ എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ വേണം കൊടുക്കാൻ. അത് തൊട്ട് മുകളിൽ പറയുന്നുണ്ട് അഡ്മിഷൻ നമ്പർ എന്ന്. അപ്പോൾ നിങ്ങളുടെ ID കാർഡ് നമ്പർ എന്നുള്ള സ്ഥലത്തെ ഫസ്റ്റ് ഫീൽഡിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പറാണ്. അതിനുശേഷം സെക്കൻഡ് ഫീൽഡിൽ നിങ്ങളുടെ അപാർ ID കൊടുക്കുക. ഓക്കെ, അപാർ ID ഓൾറെഡി ഇതിലുണ്ട്, എന്തായാലും ആ അപാർ IDയും കൂടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ, നിങ്ങൾ വണ്ടികളിലാണ് വരുന്നതെങ്കിൽ കോളേജിൽ ആ രജിസ്ട്രേഷൻ നമ്പറും കൂടെ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും സർനെയിം മാറ്റരുത്. ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയം ഫോട്ടോയുടെ ഫയൽ നെയിം നിങ്ങളുടെ യൂസർ ID ആയിരിക്കണം, വേറെ ഒരു ലെറ്ററും വേണ്ട. യൂസർ ID ആ A എന്ന് പറയുന്ന ആൽഫബറ്റ് നിങ്ങളുടെ അപാർ IDയും ചേരുന്നതായിരിക്കണം ഫയൽ നെയിം. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഇവിടെ എൻ്റർ പേഴ്സണൽ അഡ്രസ്സ് എന്നുള്ളത് അവിടെ യെസ് ആക്കിയതിന് ശേഷം മാത്രം താഴേക്ക് എൻട്രി കൊടുക്കുക. എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്മിഷൻ നമ്പരും അപാർ IDയും ഈ 2 ഫീൽഡിൽ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ ഹോം, അതുപോലെ ലേൺ പീപ്പിൾ, നിങ്ങളുടെ അഡ്മിഷനും നിങ്ങളുടെ അറ്റൻഡൻസും പല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്വേഡ് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പാസ്വേഡ് ലിസ്റ്റിൽ നിങ്ങളുടെ പാസ്വേഡ് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ പാസ്വേഡ് മാറ്റാൻ ഇവിടെ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഐക്കൺ വരുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒന്ന് കേഴ്സർ കൊണ്ട് വെച്ചാൽ മതി, ക്ലിക്ക് ചെയ്യേണ്ട. കേഴ്സർ ഒന്ന് അതിൻ്റെ അവിടെ ഒന്ന് വയ്ക്കുമ്പോൾ തന്നെ അവിടെ പ്രിഫറൻസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ആ പ്രിഫറൻസസ് എടുക്കുക. അവിടെ കറണ്ട് പാസ്വേഡ്, ഇപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റിലുള്ള പാസ്വേഡ് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ന്യൂ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് അതിൽ താഴെ പറയുന്നുണ്ട്. ഒരു ലോവർ കേസ് ലെറ്റർ വേണം, ഒരു 1 അപ്പർ കേസ് വേണം, ഒരു നമ്പർ വേണം, ദെൻ 8 ക്യാരക്ടർ, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. ഇത് അടങ്ങുന്നതായിരിക്കണം നിങ്ങളുടെ ന്യൂ പാസ്വേഡ്. അതുപോലെ കൺഫേം ന്യൂ പാസ്വേഡ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഈ 2 ഡീറ്റെയിൽസും എല്ലാ സ്റ്റുഡൻസും ഈ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കിട്ടിയ ഉടൻ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കയറി മാറ്റങ്ങൾ വരുത്തുക. അതിനുശേഷമുള്ളത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കാണും. ഇവിടെ ഒരു ഹോം എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ഹോം എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫുൾ കോഴ്സും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. മൈ ക്ലാസ്സസ് എന്നുള്ളത് നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ള ഫുൾ കോഴ്സസും അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ ഏതെങ്കിലും കോഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടേഴ്സിനെ അറിയിക്കുക. ഇത്രയുമാണ് സ്റ്റുഡൻസ് ERP പോർട്ടലിൽ കയറി ചെയ്യാനുള്ള കാര്യങ്ങൾ. വളരെ കൃത്യമായി കുട്ടികളത് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളടുത്ത് അത് ചോദിക്കുക, കൃത്യമായി അത് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.